മോഹൻലാൽ എന്ന നടൻ മലയാളികൾ അറിഞ്ഞോ അറിയാതെയോ അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിയിട്ട് കൊല്ലങ്ങളേറെയായിട്ടുണ്ട്. കഴിഞ്ഞ 40-ലധികം വർഷങ്ങളായി താൻ അഭിനയിച്ച സിനിമകളിലൂടെയും പരസ്യങ്ങളിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും പാട്ടുകളിലൂടെയും ഇടയ്ക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വിവാദങ്ങളിലൂടെയും അദ്ദേഹം എപ്പോഴും നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 64 വയസ്സായ അദ്ദേഹം കരിയറിന്റെ സായാഹ്നത്തിലാണ്. അപ്പോഴും ചിലർ അയാൾ ആരെയും ബുദ്ധിമുട്ടിക്കാതെ പിന്തുടരുന്ന വിശ്വാസങ്ങളെ ചൂണ്ടിക്കാണിച്ച് പരിഹസിക്കുന്ന തിരക്കിലാണ്. ആൾദൈവത്തിന് മുമ്പിൽ പോയി കുമ്പിട്ടു, ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു എന്നൊക്കെയാണ് കുറ്റം. എന്നാൽ ഈ കുറ്റം പറയുന്നവർ നിത്യേന പോയി പ്രാർത്ഥിക്കുന്ന ആരാധനാലയങ്ങളിൽ അവരുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവം സത്യമാണോ മിഥ്യയാണോ? ചെകുത്താനെ കല്ലെറിയലും ഗരുഡൻ തൂക്കവും പത്രത്തിൽ കിടത്തി പ്രാർത്ഥിക്കലും ഒക്കെ ചെയ്യുന്ന നമുക്ക് അയാളെ വിമർശിക്കാനുള്ള അർഹതയുണ്ടോ? അറ്റ്ലീസ്റ്റ് അൺലൈക്ക് റിയൽ ഗോഡ്സ്, ഹ്യൂമൻ ഗോഡ്സ് ആക്ഷൻസ് ആർ ക്വാണ്ടിഫിബിൾ ആൻഡ് വിസിബിൾ. അവർ തുടങ്ങിയ ആശുപത്രി 10,000-കണക്കിന് പേരുടെ ജീവൻ ഇതുവരെ രക്ഷിച്ചിട്ടുണ്ട്. മോഹൻലാലിനെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ജീവിതം നോക്കിയോ വിശ്വാസങ്ങൾ നോക്കിയോ ഒന്നുമല്ല, മറിച്ച് ആക്ടർ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഒരു ടാലന്റ് നോക്കിയിട്ടാണ്. വിമർശനങ്ങളും അദ്ദേഹത്തിന്റെ തൊഴിൽ മേഖലയെ ബന്ധപ്പെടുത്തി തന്നെയാകണം. അല്ലാതെ മോഹൻലാൽ ആൾദൈവത്തിനെ കാണാൻ പോയി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവര് സ്വന്തം ഉള്ളിലേക്ക് തന്നെ നോക്കി തെളിവോടെ ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ പലതിനും ഉത്തരം ഉണ്ടാകത്തില്ല.